ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 1 8ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 1 ശ്ലോകം 8. നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടിദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ആദ്യം നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥമൊന്ന് പറയാം. അതിനുശേഷം വരികളുടെ അർത്ഥം നോക്കാം. ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ നമിക്കുന്നവരുടെ മുന്നിൽ എപ്പോഴും സന്നിഹിതനാവുകയും അവർ അപേക്ഷിച്ചതും അപേക്ഷിക്കാത്തതുമായ എല്ലാത്തിനെയും സകല സമ്പത്തിനെയും ഇതുകൂടാതെ പരമാനന്ദസാന്ദ്രമായ മോക്ഷത്തെയും കൂടി നൽകുന്ന പാരിജാത വൃക്ഷമാണ്. എന്നിട്ടും പലരും കേവലം നശ്വരമായ ഫലങ്ങൾ മാത്രം നൽകാൻ കഴിവുള്ള ദേവേന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ പാരിജാത വൃക്ഷത്തെ തേടിപ്പോകുന്നത് വെറും വിഡ്ഢിത്തമാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. നമ്രാണാം നമിക്കുന്നവരുടെ, സന്നിധൽസേ സന്നിഹിതനാവുന്നു അല്ലെങ്കിൽ കാണപ്പെടുന്നു, സതതം എല്ലായ്പ്പോഴും, അഭി തന്നെ, പുരഹ മുന്നിൽ. അപ്പോൾ നമ്രാണാം പുരഹ നമിക്കുന്നവരുടെ മുന്നിൽ, സതതമഭി എല്ലായ്പ്പോഴും തന്നെ, സന്നിധൽസേ സന്നിഹിതനാവുന്നു, സ്ഥൈരൻ അഭ്യർത്ഥിതാൻ തൈഹി അവരാൽ, അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നർത്ഥം, അനഭ്യർത്ഥിതാൻ അപേക്ഷിക്കാത്തതും ആയ, അഭ്യർത്ഥാൻ അപേക്ഷിച്ചതും, കാമാൻ അജസ്രം കാമാൻ കാമിക്കുന്ന ആഗ്രഹിക്കുന്ന എന്തിനേയും, അജസ്രം മടികൂടാതെ, വിതരസി വിതരണം ചെയ്യുന്നു, കൂടാതെ പരമാനന്ദസാന്ദ്രാം ഗതിം ച പരമാനന്ദസാന്ദ്രമായ ഗതിം മോക്ഷത്തെയും ച എന്നുള്ള അർത്ഥം, പരമാനന്ദസാന്ദ്രാം ഗതിം ച പരമാനന്ദസാന്ദ്രമായ മോക്ഷത്തെയും നൽകുന്നു. ഗുരുവായൂരപ്പൻ തന്നെ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ സദാ പ്രത്യക്ഷനാവുകയും അവരാൽ അപേക്ഷിക്കപ്പെടാത്തതും അപേക്ഷിച്ചതുമായ സകല സമ്പത്തിനെയും മടികൂടാതെ നൽകുകയും ഇതുകൂടാതെ പരമാനന്ദസാന്ദ്രമായ മോക്ഷത്തെയും നൽകുന്നു. അടുത്ത 2 വരികൾ നോക്കാം. ഇദ്ധം നിശേഷലഭ്യോ നിരവധികഫല പരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടിദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ഇദ്ധം ഇപ്രകാരം, നിശേഷലഭ്യോ സകലതിനെയും തന്നെയും നൽകുന്നു, നിരവധിക ഫല നിരവധി ധാരാളം ഫലങ്ങൾ ധാരാളം ഫലങ്ങളും നൽകുന്നു, പാരിജാതോ ഹരേ ത്വം പാരിജാത വൃക്ഷമാണ് ഹരേ അങ്ങ്, ക്ഷുദ്രം തം നിസ്സാരം ആയ, ക്ഷുദ്രം നിസ്സാരം, തം ആയ എന്നിട്ടും നിസ്സാരമായ, ശക്രവാടിദ്രുമം ശക്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ, ശക്രവാടി ദേവേന്ദ്രൻ്റെ പൂന്തോട്ടമായ നന്ദനോദ്യാനം. അപ്പോൾ ശക്രവാടി ദ്രുമം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ ഒരു വൃക്ഷമായ പാരിജാത വൃക്ഷത്തെ തേടി അഭിലഷതി ആഗ്രഹിക്കുന്നത് വ്യർത്ഥം വെറുതെയാണ്, അർത്ഥിവ്രജോയം അർത്ഥി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവർ, അർത്ഥിവ്രജം ആഗ്രഹിക്കുന്നവരുടെ കൂട്ടം, ആഗ്രഹികളുടെ കൂട്ടം, യം ഈ. അപ്പോൾ
ഈ ദേവേന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ പാരിജാത വൃക്ഷത്തെ പറ്റി നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്. അത് എന്താഗ്രഹിച്ചാലും നമുക്ക് നൽകുന്ന വൃക്ഷമാണ് പാരിജാത വൃക്ഷം എന്നൊക്കെ. അപ്പോൾ ജനങ്ങൾ ഇത്രയൊക്കെ ഗുരുവായൂരപ്പൻ സകല ഫലങ്ങളും നൽകുന്ന പാരിജാത വൃക്ഷമായിട്ടും ദേവേന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ പാരിജാത വൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വ്യർത്ഥമാണ് എന്നാണ് ഈ അവസാനത്തെ 2 വരികളുടെ അർത്ഥം. ഇപ്രകാരം സകല ഫലങ്ങളും ധാരാളമായും തന്നെയും നൽകുന്ന പാരിജാത വൃക്ഷമാണ് ഹരേ അവിടുന്ന്. എന്നിട്ടും നിസ്സാരമായ ദേവേന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ പാരിജാത വൃക്ഷത്തെ ആഗ്രഹികളായവരുടെ കൂട്ടം തേടിപ്പോകുന്നത് വെറും വിഡ്ഢിത്തം തന്നെ. ഇനി ഈ ശ്ലോകത്തിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങ് പണ്ഡിതനോ പാമരനോ എന്ന വ്യത്യാസമില്ലാതെ അങ്ങയെ നിഷ്കളങ്ക ഭക്തിയോടെ നമസ്കരിക്കുന്നവർക്ക് തന്നെ നൽകുന്ന കരുണാസാഗരമാണല്ലോ. അങ്ങയെ നമിക്കുന്നവരുടെ മുന്നിൽ എല്ലായ്പ്പോഴും പ്രത്യക്ഷമാവുകയും അവർ അപേക്ഷിക്കുന്നതും അപേക്ഷിക്കാത്തതുമായ സകല സമ്പത്തിനെയും കൂടാതെ പരമാനന്ദ സാന്ദ്രമായ മോക്ഷത്തെയും നൽകുന്നു. ഇങ്ങനെ ധാരാളമായ ഫലങ്ങളെ തൻ്റെ ഭക്തന്മാർക്ക് നൽകാൻ യാതൊരു മടിയുമില്ലാത്ത പാരിജാത വൃക്ഷമാണ് ശ്രീഹരേ അവിടുന്ന്. എന്നിട്ടും ആഗ്രഹികളായ മനുഷ്യരുടെ കൂട്ടം ദേവേന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിലെ കേവലം നശ്വരമായ ഫലങ്ങളെ മാത്രം നൽകാൻ കഴിവുള്ള ആ പാരിജാത വൃക്ഷത്തെ തേടിപ്പോകുന്നത് തികച്ചും വെറുതെയാണ്, വിഡ്ഢിത്തമാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ പറയുന്നു. നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടിദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. 9ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.